എടാ നീ 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? നിന്നെ കണ്ടേ ഇല്ലല്ലോ. എനിക്ക് പുതിയ ജോലി കിട്ടി. ജോലിയോ? എവിടെ? ട്രെയിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ കുച്ചു വണ്ടിയിൽ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സ്പീച്ച് ട്രെയിനിങ് കോഴ്സ് ഉണ്ടായിരുന്നു. ട്രെയിനകത്ത് ട്രെയിനിങ്ങോ? യെസ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നല്ല തിരക്കുള്ള ട്രെയിനിനകത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് 2-3 വാക്കുകൾ പറഞ്ഞ് അവിടെ സെറ്റാവും. അപ്പം നീ ചോദിക്കും ഏതാ 2-3 വാക്കുകൾ? അതെ, എന്നാ കേട്ടോ. ചായ, കോപ്പി, മുട്ട ബിരിയാണി. ഇത് കേട്ടിട്ടുണ്ടോ? ഇതിന് ട്രെയിനിങ് ഉണ്ടോ? പിന്നെ അല്ലാതെ പിന്നെ 10-20 കൊല്ലമായിട്ട് 10-20 ട്രെയിൻ ഉണ്ടാക്കിയ കാലം തൊട്ട് ഈ ശബ്ദത്തിലെ പുതിയ എത്ര ആൾക്കാർ വന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു കലാകാരനുണ്ട്, അയാൾ വന്ന് ട്രെയിൻ ചെയ്ത് തരും. ആ ശബ്ദത്തിൽ വേണം നമ്മൾ പണിക്കിറങ്ങാൻ. പിന്നെ കാര്യമുണ്ട്, പണിക്കിറങ്ങുമ്പോൾ ഇത് മാത്രം പറഞ്ഞു പോയാൽ പോരാ. ചായ ആണെങ്കിൽ ചായപാത്രം പിടിക്കണം, ബിരിയാണി ആണെങ്കിൽ ബിരിയാണി പാത്രം പിടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് കിഞ്ചും. അതുകൊണ്ടാണ് എനിക്ക് സമയമില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. കാരണം നാളെ എനിക്കൊരു സെറ്റാക്കി തരുമോ? എൻ്റെ മോനെ നീ സെറ്റാക്കി വെറുതെ ഇങ്ങനെ ഒന്നും ഞാൻ നിന്റെ സൗദി പറഞ്ഞാൽ പോരാ. ഞാൻ പറയുന്ന പോലെ കേട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സമയമില്ല, നീ ഞാൻ പറഞ്ഞങ്ങ് പോവാ, നീ കേട്ടോണം. ചായ, കോപ്പി, മുട്ട ബിരിയാണി. മനസ്സിലാവുന്നില്ല.